റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് Q എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. നമ്മളൊരു പൈപ്പോ അല്ലെങ്കിൽ ഒരു ചാനലോ എടുത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ഫ്ലൂയിഡിൻ്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന്. ഇനി ഫ്ലൂയിഡുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡുകൾ നമുക്ക് കംപ്രസിബിൾ ഫ്ലൂയിഡുകളും ഉണ്ട്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡുകളും ഉണ്ട്. അപ്പോൾ കംപ്രസിബിൾ ഫ്ലൂയിഡുകൾ എന്ന് പറയുമ്പോൾ ഉദാഹരണം വേപ്പർ, ഗ്യാസ് ഇവയൊക്കെയാണ് കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് ഇത് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. അവ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഫ്ലൂയിഡുകളെയാണ് നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഇത് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഫ്ലോ ചെയ്യുന്ന പാത്തിൽ ഇവരുടെ ഡെൻസിറ്റി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ കൂടുതലും ലിക്വിഡ്സ് ആയിരിക്കും, വാട്ടർ തുടങ്ങിയവ. അത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് പോയാലും അതിൻ്റെ ഡെൻസിറ്റിക്ക് വ്യത്യാസം വരില്ല, അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിലാണെങ്കിൽ ഒരു പൈപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ എത്ര വെയിറ്റ് ഫ്ലൂയിഡ് ഈ ഒരു സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോയി എന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിൽ, അതായത് ലിക്വിഡ്സിൻ്റെ കേസിൽ ഒരു സെക്കൻഡിൽ ഈ ഒരു പൈപ്പിൻ്റെ സെക്ഷനിലൂടെ എത്ര വോളിയം ലിക്വിഡ് കടന്നു പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു പൈപ്പ് കൺസിഡർ ചെയ്യുക. ഈ പൈപ്പിൻ്റെ ക്രോസ് സെക്ഷണലായിട്ടുള്ള ഏരിയ, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് A ആണെന്ന് എടുക്കുക. ഇതിലൂടെ വാട്ടർ കടന്നു പോകുന്ന വെലോസിറ്റി V ആണെങ്കിൽ ഇവിടുത്തെ ഡിസ്ചാർജ് Q എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഇതാണ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ, ഫ്ലൂയിഡിൻ്റെ കേസിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. അത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണെന്നാണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പൈപ്പോ അല്ലെങ്കിൽ ഒരു ചാനലോ അതിൻ്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഏതൊരു സെക്ഷനിലൂടെയും കടന്നു പോകുന്ന ഫ്ലൂയിഡിൻ്റെ അളവെന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഇപ്പം 1 എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ എടുത്തു, 2 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇവിടെ എടുത്തു. ഈ 1 എന്ന് പറയുന്ന സെക്ഷനിലൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡിൻ്റെ അതേ അളവ് തന്നെയായിരിക്കും 2 എന്ന് പറയുന്ന സെക്ഷനിലൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു സെക്ഷൻ്റെ ഏരിയയെ നമ്മൾ A1 എന്നെടുത്തു. ഇതുവഴി കടന്നു പോകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയെ നമ്മൾ V1 എന്നെടുത്തു. ഇവിടെ കൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയെ നമ്മൾ ρ1 എന്നെടുത്തു. അതേപോലെ തന്നെ 2 നമ്മൾ ഏരിയ A2 എടുത്തു, വെലോസിറ്റി V2 എടുത്തു, ഡെൻസിറ്റിയെ ρ2 എന്നെടുത്തു. അപ്പോൾ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ചിട്ട് ഇവിടെ രണ്ടിടത്തുമുള്ള റേറ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്, അവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന സെക്ഷൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് A1 ഇൻറ്റു V1 ഇൻറ്റു ρ1 ആയിരിക്കും. അതിൽ സെക്ഷൻ 2ൻ്റെത് റേറ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് A2 ഇൻറ്റു V2 ഇൻറ്റു ρ2. അപ്പോൾ കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ചിട്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ A1 ഇൻറ്റു V1 ഇൻറ്റു ρ1 ഈക്വൽ ടു A2 ഇൻറ്റു V2 ഇൻറ്റു ρ2 ആയിരിക്കും. ഇത് കംപ്രസിബിൾ ഫ്ലൂയിഡിനും ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിനും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. ഇനി നമ്മളത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവയുടെ ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അപ്പോൾ ഈ ρ1ഉം ρ2ഉം ഈക്വലായിട്ട് വരും ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിൽ, അതായത് ലിക്വിഡുകളുടെ കേസിൽ. അപ്പോൾ നമുക്ക് ഈ ρ1നെയും ρ2നെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ A1 V1 ഈസ് ഈക്വൽ ടു, ഫ്ലൂയിഡിലെ ലിക്വിഡ്സിൻ്റെ കേസിൽ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് വരും.
ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്.